ഹലോ ഗൈസ്, നമ്മളുടെ ചെറിയൊരു ട്രാവൽ വ്ളോഗാണിത്. എറണാകുളത്ത് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അരീക്കൽ വാട്ടർഫോൾ കാണാനാണ് പോകുന്നത്. ഗൂഗിൾ ഏച്ചിയുടെ സഹായം പിടിച്ചാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. റീൽസൊക്കെ കണ്ട് അങ്ങനെ എനിക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. എന്തായാലും പോകുന്ന വഴിയൊക്കെ നല്ല സ്ഥലമായിരുന്നു, നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു. നമ്മൾ 7:30 എറണാകുളത്ത് നിന്ന് തിരിച്ചിട്ട് ഒരു 8:30 ആയപ്പോഴത്തേനും അരീക്കൽ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. റോഡ് സൈഡിൻ്റെ അടുത്തുള്ള ചെറിയൊരു വാട്ടർഫോൾ ആണിത്. ഇതാ ടിക്കറ്റ് കൗണ്ടർ, ആ ഷെഡ് ഇട്ടേക്കണത്. കാറ്, ബൈക്ക് എല്ലാം പാർക്ക് ചെയ്യാനായിട്ട് അവിടെ സ്ഥലമൊക്കെ ഉണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞങ്ങൾ പോയ ടൈമിൽ ജീപ്പേ അവിടെ എടുക്കില്ലായിരുന്നു, അങ്ങനെയായിരുന്നു അവർ പറഞ്ഞത്. ഇതാണ് നമ്മൾ എൻട്രൻസ്. ഈ അമ്മച്ചി നമ്മുടെ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് നമ്മളെ കടത്തി വിടും. റോഡിൽ നിന്ന് വെള്ളച്ചാട്ടം നമ്മൾ ഇറങ്ങുന്ന ആ പോയിന്റ് വരെ എത്താനായിട്ട് നല്ല താഴ്ചയിലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങിയാണ് പോകേണ്ടത്. ആ സ്റ്റെയറെല്ലാം നല്ല വൃത്തിയായിട്ടാട്ടോ ഇട്ടേക്കുന്നത്, അങ്ങനെ അഴുക്കായിട്ടും അങ്ങനെയൊന്നുമില്ല. അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അവിടെ ഒരു കനാൽ വഴി റോഡിൻ്റെ അവിടെ നിന്ന് ഒഴുകി വന്നിട്ട് അവിടുന്ന് നല്ല ഫോഴ്സിൽ താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ആ കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങി കുളിക്കുകയോ ഇരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അവിടെ ഫുള്ള് കലങ്ങി ഒരുമാതിരിയാണ് കിടക്കുന്നത്. ഇത് താഴെ നിന്നുള്ളൊരു വ്യൂ ആണ് വെള്ളച്ചാട്ടത്തിൻ്റെ. ഡ്രസ് ചേഞ്ചിങ് ഏരിയ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. വുമൻസിനും മെയിൽസിനെല്ലാം സെപ്പറേറ്റ് ഉണ്ട്. നമ്മളവിടെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മളവിടെ ഫുള്ള് കളിച്ച് വെള്ളത്തിൽ. എന്തായാലും നേരത്തെ ചെന്നതുകൊണ്ട് നമുക്ക് എന്തായാലും കുറേ സ്ഥലം കിട്ടി കുളിക്കാനായിട്ട്. ഇതൊരു 11:30 കഴിഞ്ഞപ്പോൾ ഉള്ളൊരു തിരക്കാണ്. 12 മണി ആ ഒരു ടൈമിൽ വന്നപ്പോഴത്തേക്കും നല്ല തിരക്കാന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാനോട് ഈ സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് തൊട്ടടുത്തുള്ള ഒരു എക്സോട്ടിക് ബേർഡ് പാർക്ക് ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് കുറച്ച് കിളികളെയൊക്കെ കണ്ട് അതിന് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും, നമുക്ക് അതിനെ എടുക്കാൻ പറ്റും, കൈ പിടിക്കാം, അങ്ങനെ അതിന് നമുക്ക് ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ പറ്റും. അത് നമുക്ക് കൈ കാണിക്കുമ്പോൾ അതനുസരിച്ച് അനങ്ങുകയൊക്കെ ചെയ്യാം, അതിൻ്റെ തല അനക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പിന്നെയും തിരിച്ച് നമ്മളവിടെ നിന്ന് യാത്ര പിന്നെയും പോവുകയാണ്. അവിടുന്ന് പോയി കുറച്ച് പോകുന്ന വഴിയും കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റബ്ബർ തോട്ടം അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ആ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് ഒതുക്കി ഈ റബ്ബർ തോട്ടത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലൊരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം ഉണ്ടായിരുന്നു. ആ മരം നിറയെ സ്റ്റാർ ഫ്രൂട്ട് ആയിരുന്നു. നമ്മളവിടെ നിൽക്കുന്നതിനെ കണ്ടപ്പോഴത്തേനും ഇവർ നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ നമ്മൾ ഈ ചെടിയെ ചോദിച്ചപ്പോഴത്തേനും അവരിത് ഹിൽ പാലസിൽ നിന്ന് ഒരു തൈ കൊണ്ട് വെച്ചാണ്. നന്നായിട്ട് പിടിച്ച് അവരുടെ നിറഞ്ഞു നിൽക്കുവാണ് വീട്ടിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ സ്റ്റാർ ഫ്രൂട്ട് എല്ലാം പിടിച്ചെടുത്ത് പിന്നെയും നമ്മൾ അവിടെ നിന്ന് യാത്ര തുടരുന്നു. ഇത് പോകുന്ന വഴിയുള്ളൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.